സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. തീർച്ചയായിട്ടും എനിക്കിത് നിങ്ങൾക്ക് അത്ര അധികം താല്പര്യം ഉണ്ടാവുന്നൊരു വിഷയമാവാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് സൈഡിൽ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം. ഡൂൾ ന്യൂസിൻ്റെ നോക്കാപ്പിൻ്റെ ഒരു വാർത്തയാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, മുസ്ലിങ്ങൾ ഞങ്ങളുടെ പശുക്കളെ വാങ്ങിക്കുന്നില്ല, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഞങ്ങൾക്ക്. BJP സർക്കാർ ഞങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും ഭാവിയെയും കൊല്ലുകയാണ്. ഇത് ബംഗാളിലെ ഒരു കന്നുകാലി വ്യാപാരിയാണ് ഈ ഒരു വർത്തമാനം പറയുന്നത്. പച്ചയ്ക്ക് പറയാം, ഒരു ഹിന്ദു വ്യാപാരിയാണ് ഈ ഒരു വർത്തമാനം പറയുന്നത്. നിങ്ങൾ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട്. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് പശുക്കളെ കശാപ്പ് ചെയ്യുന്നതിൽ നിന്ന് ആളുകളൊക്കെ പിൻവലിയണം എന്ന രീതിയിലുള്ള പ്രചാരണവും മറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ പ്രശ്നം, ഒരു വലിയ സാമൂഹ്യ പ്രശ്നം അവിടെ ഉണ്ടായി. അതിനെ പറ്റിയുള്ള വിശദീകരണമാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ് എല്ലാവർക്കും ദഹിക്കാവുന്ന ഒരു വീഡിയോ ആകണമെന്നുള്ള ഇത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കളെ, ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു പരസ്പര ആശ്രിതത്വം. നമ്മളങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികളാണ് നമ്മൾ മനുഷ്യർ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഏറെയും കുറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ കന്നുകാലി വിഭാഗം ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വന്തമൊന്നുമല്ല. എന്നാൽ അതേസമയം തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഈ കന്നുകാലികളെ വളർത്തുന്നത്, വേണമെങ്കിൽ അത്രയ്ക്ക് മതമായിട്ട് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ ഈ ഒരു ഞാനൊക്കെ മറന്നു പോകണു. എന്തായാലും നമ്മളുടെ ആ ഒരു സോക്കോൾഡ് ഹിന്ദു മതത്തിൽ പെടുന്നതല്ല പല വിഭാഗങ്ങളിൽ നിന്ന്. വേണമെങ്കിൽ കുറച്ച് വിഭാഗങ്ങളെ പറയാം. ഗോവാല, സദ്കോബ്, യാദവ് എന്നീ പറയുന്ന സമുദായങ്ങളുണ്ട്. ഈ സമുദായങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ പശുവിനെ വളർത്തുന്നതും പാൽ ഉൽപ്പാദിപ്പിക്കുന്നൊക്കെ ഈ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഏറ്റവും രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ പാല് ഏറെക്കാലം നമുക്ക് കിട്ടുമെന്നില്ല. കുറേ കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് പ്രായമാവും. അടുത്തൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത അവസ്ഥയാവും. പ്രായമായി കഴിഞ്ഞാൽ ഇത്തരം പാൽ തരാത്ത കന്നുകാലികളെ ഇവര് എന്ത് ചെയ്യും? വിൽക്കും. വിറ്റിട്ട് അതിനേക്കാൾ നല്ല പശുക്കിടാങ്ങളെ വാങ്ങിച്ചിട്ട് അതിനെ വീണ്ടും വളർത്തും. അങ്ങനെയാണ് ഇവരെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ആർക്ക് വിൽക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇത് ആർക്കാ വിൽക്കുക? ഏകദേശം മരിച്ചു പോകാറായ ഇത്തരം കന്നുകാലികളെ ആർക്കാണ് കൊടുക്കുന്നത്? സംശയമൊന്നും വേണ്ട. അവിടെ ഒരു വലിയ വിഭാഗം മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ഒരു വലിയ വിഭാഗമാണ്. അവിടുത്തെ ഹാറ്റുകളാണ് അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നുകാലി വിപണികളിലെ ഏറ്റവും വലിയ ആൾക്കാർ അവരാണ്. വലിയ വ്യാപാരികളാണ്. കശാപ്പുകാരുണ്ട്, മാംസ കച്ചവടക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കശാപ്പ് ചെയ്യില്ല, കശാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാംസമല്ലേ അതെടുത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവിടുത്തെ ഏറിയ പങ്കും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു കശാപ്പ് ശാലകളും മറ്റൊക്കെ നടത്തുന്നത്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പ്രായം ചെന്ന പശുക്കളൊക്കെ പലപ്പോഴും ഇവർക്കാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇവരിത് വെട്ടി വൃത്തിയാക്കിയിട്ട് വിദേശത്തേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ബീഫ് അല്ലെങ്കിൽ ഈ ആട്ടിറച്ചി, ഒപ്പം തന്നെ നമ്മുടെ ഈ പശുവിൻ്റെ ഇറച്ചിയൊക്കെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതി ചെയ്യുന്ന കമ്പനികളെ പേരൊക്കെ ഭയങ്കര രസമാണ്. ചില അറബി പേരുകളാണ്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബി പേരുള്ള കമ്പനികളുടെ ഉടമസ്ഥന്മാർ ഹിന്ദുക്കളാണ്. എന്തായാലും അങ്ങനത്തെ ഒരു വിരോധാഭാസം അവിടെ നടക്കുന്നുണ്ട്. ശരി, ഏറെ പങ്കും അവിടെ ഈ മുസ്ലിങ്ങളാണ് ഈ ഒരു മൃഗത്തൊക്കെ വാങ്ങിക്കുന്നത്. പലപ്പോഴും ഈ ബക്രീദൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് ഈ ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആ സമയത്താണ് മുസ്ലിം ജനവിഭാഗം വാങ്ങിക്കുന്നത്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഈ പശുക്കളൊക്കെ വളർത്തുന്ന അവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളാണ്. മനുഷ്യരായിട്ട് അവരെ കരുതിയിട്ടേയില്ല. ഇവർക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും പശുവിനെ വളർത്താനൊന്നും അധികാരമില്ല. എന്നാൽ അതേസമയം തന്നെ ഈ പശുക്കൾ ചത്തു കഴിഞ്ഞാൽ, മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെ തൊലിയൊക്കെ വലിച്ചൂരി എടുക്കാനുള്ള അധികാരം അവിടെയുള്ള അതിനും ഒരു ജാതിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ടാണ് ഇങ്ങനെ പശുവിൻ്റെ തൊലി വലിച്ചെടുക്കുമ്പോൾ അത്തരം ദളിതുകളെ ആക്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ ആ ജോലി നിർത്തി. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരത്തിലൊക്കെ വീണ് കിടക്കുന്ന പശുക്കൾ അങ്ങനെ ചത്ത് ചീഞ്ഞ് പോവുകയാണ്, നാറി പോവുകയാണ്. അതിനും തൊലി എടുക്കാൻ ഇപ്പോൾ ഇവരാരും പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം തല്ലുകൊണ്ട് ചാവാൻ വയ്യ. ഇങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനടക്കം അവിടെ ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞുതരാം. ഇപ്പോൾ ആ ഒരു വ്യാപാരി എന്താ വന്ന് പറഞ്ഞേ, ഞങ്ങളെ പശുക്കളൊന്നും മുസ്ലിങ്ങൾ വാങ്ങിക്കുന്നില്ല. സാധാരണയായിട്ട് ബംഗാളിലെ ചന്തകളിൽ ബംഗർ, അസൂരിയ, പോളഹട്ട് എന്ന് പറയുന്ന കുറേ ചന്തകളുണ്ട്. ആഴ്ചയിൽ 20,000 മുതൽ 30,000 കന്നുകാലികൾ വരെ വിറ്റഴിക്കപ്പെടുന്ന പറയുന്നത് ഒരു ഭീകര കണക്കാണ്. ഒരാഴ്ചയിലാണ് 20,000 മുതൽ 30,000 വരെ കന്നുകാലികളെയാണ് വിറ്റഴിക്കുന്നത്. മാംസത്തിനായിട്ടും പാലിനും അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കാണ് വിറ്റഴിക്കുന്നത്. ഇത് ഭയങ്കര ഒരു നിക്ഷേപം കിട്ടുന്ന പരിപാടിയാണ്, ഭയങ്കര ലാഭം കിട്ടുന്ന പരിപാടിയാണ്. ഒരു കർഷകന് മിനിമം ഒരു 20,000 30,000 നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ബക്രീദൊക്കെ വരുമ്പോൾ 1,00,000 രൂപ ഇവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഒരു 20,000 റുപ്യ ഒരു പോത്തിൻ്റെ മേലെ അവനുള്ള ഭക്ഷണവും മറ്റുമായിട്ടൊക്കെ ആയിട്ട് ഒരു ബക്രീദ് വരെ ഒരു വർഷത്തോളം പരിപാലിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 1,00,000 തുകയാണ്. ഇങ്ങനൊരു വലിയ വ്യാപാരം അവിടെ നടക്കുന്നുണ്ട്. പച്ച മലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പശുക്കളെ വളർത്തുന്നു, മുസ്ലിങ്ങൾ പശുക്കളെ വാങ്ങിക്കുന്നു, മുസ്ലിങ്ങൾ പൈസ കൊടുക്കുന്നു. ഇതൊരു ചക്രമായിട്ട് ഇങ്ങനെ വളരെ മാന്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ BJP വരുന്നത്. എല്ലാം കോളമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 രാഷ്ട്രീയം മാറി. അവിടെ BJP സർക്കാർ അവിടെ വന്നു കയറി. അന്ന് മുതൽ അവർ ഈ കന്നുകാലി അറവ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഇവർക്ക് ഈ പശുക്കളോട് ഭയങ്കര പ്രേമമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കന്നുകാലി അറവ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ആനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് എന്ന് പറയാം. എന്തായാലും ഇത് നടപ്പിലാക്കിയതോട് കൂടിയിട്ട് ആകെപ്പെട്ടു. കാരണം ഇതിനെ വിൽക്കാൻ പറ്റൂല, ഇനി വിറ്റാൽ തന്നെ അറക്കാനും പറ്റൂല. ഇതൊരു വലിയ വിഷയമായിട്ട് മാറി. അവസാനം ഇത് വലിയ വിഷയമായി. പശുക്കളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് തടയുന്നു. ഇനി പശുക്കളെ വാങ്ങിച്ച് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് തടയുന്നു. തടഞ്ഞിട്ട് അത്തരം മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, മൃതപ്രായരാക്കുന്നു, ബെഡ് റിഡൻ ആവുന്നു. ഇങ്ങനെ ഒരു വലിയ അവസ്ഥ വന്നപ്പോൾ മുസ്ലിങ്ങളൊക്കെ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ഹിന്ദുക്കളുടെ പശുക്കൾ വാങ്ങിക്കുന്നില്ല. പശുക്കൾ മാത്രമല്ല, പോത്തിനെയും വാങ്ങിക്കുന്നില്ല, കാളയെയും വാങ്ങിക്കുന്നില്ല. ഞങ്ങളിനി ആടിനെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ വളർത്തുന്നുണ്ട്, അത് വാങ്ങിച്ച് വെട്ടി തിന്നോളാം എന്ന് അവർ കൃത്യമായിട്ടുണ്ട് ഉറപ്പിച്ചു. അപ്പോൾ ഈ BJPക്കാർ വീണ്ടും വന്നു. ഒരു പുത്തൻ നയമായിട്ടാണ് വന്നവർ. അതായത് 14 വയസ്സ് വരെ ഈ പശുവൊക്കെ ഗോമാതയാണ്, അതുവരെ ആരാധിക്കേണ്ട ഒരു ഗോമാതയാണ്. 14 വയസ്സ് കഴിഞ്ഞ ഗോമാതാവ് എന്ന് പറയുന്ന പട്ടം ഇല്ലാതാവും. അപ്പം അതിന് വിൽക്കാം എന്ന് പറയുന്ന ഒരു പുതിയ തന്ത്രവുമായിട്ട് BJPക്കാർ വന്നു. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഗോമാതാവിനെ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളെ ഗോമാതാവിനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങളത് എടുക്കാൻ തയ്യാറല്ല. അതിന് പകരം ആടുകളെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊന്നു തിന്നോളാം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷമൊക്കെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഈ കർഷകർ ഈ കന്നുകാലികളൊക്കെ വളർത്തുന്നത്. അടുത്ത ബക്രീദിനൊക്കെ വിൽക്കാം. അപ്പോൾ വലിയ ലാഭം കിട്ടും, ലക്ഷങ്ങൾ കിട്ടും. ആ ഒരു സംഭവമാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. ഇപ്പം കാണാൻ കഴിയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ പിന്നാലെ നടക്കുകയാണ്. ഞങ്ങളെ പശുക്കളെ, വെയ്യാണ്ടായ പശുക്കളെ, കാളകളെ, പോത്തിനെ ഒന്ന് വാങ്ങിക്കാവോ? അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് കയ്യും കാലും പിടിച്ച് പറയാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ഒരുപക്ഷെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളോട് ദയ തോന്നിയുകൊണ്ട് നിങ്ങളെ പശുക്കളെയും പോത്തിനെയും കിടാവിനൊക്കെ വാങ്ങിച്ചേക്കാം. പക്ഷെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല. വഴിവെക്കിൽ നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും, ഞങ്ങളെ കൊന്നുകളയും. ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞവർ. ഇപ്പം നടക്കുന്നത് അവിടുത്തെ ഹിന്ദുക്കൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഹിന്ദുക്കൾ
കടബാധിതമായിട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാ കാരണം? ബൈ.